السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وأن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട വാദി റഹ്മ ഖുർആൻ അക്കാദമിയിലെ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മിൽ സദാ വർഷിക്കുമാറാവട്ടെ. പടച്ചതമ്പുരാൻ നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളെയും നിറവേറ്റി തരുമാറാവട്ടെ. അള്ളാഹു ഇഹത്തിലും പരത്തിലും നമ്മളെ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, പുതുവത്സരത്തിൻ്റെ ആരംഭത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അഥവാ ഹിജറ വർഷം ആരംഭിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ച ഹിജറ 1 ഹിജറ വർഷം ആരംഭമായിരുന്നു. അഥവാ മുഹറം 1. മുഹറം മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മുഹറം മാസം ഹിജറ വർഷത്തിൻ്റെ അഥവാ ഇസ്ലാമിക് കലണ്ടറിലെ ആദ്യത്തെ മാസമാണ്. നമ്മുടെ വീട്ടിലൊക്കെ തൂങ്ങിക്കിടക്കുന്ന ഇംഗ്ലീഷ് മാസ കലണ്ടർ ഉണ്ടല്ലോ, ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് അറിയപ്പെടുന്ന ഇംഗ്ലീഷ് മാസ കലണ്ടറിലെ ജനുവരി മാസം പോലെ ആ ജനുവരി മാസത്തിലെ ജനുവരി 1 ന്യൂ ഇയർ ആയിട്ട് നമ്മൾ ആഘോഷിക്കാറുണ്ടല്ലോ പലരും. അതുപോലെ മുഹറം 1 ന്യൂ ഇയർ ആണ്. അറബി മാസത്തിലെ അഥവാ വർഷത്തിന്റെ ആരംഭ മാസത്തിലാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത്. എന്താണ് ഹിജറ? നമ്മൾ ഹിജറ മാസം അല്ലെങ്കിൽ ഹിജറ വർഷം എന്നാണ് പറയാറുള്ളത്. എന്താണ് ഈ ഹിജറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ ഹിജറ കലണ്ടർ? നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ ചരിത്രവും നമ്മൾ അറിയേണ്ടതുണ്ട്. ഹിജറ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികളൊക്കെ പഠിച്ചിട്ടുണ്ട് മദ്രസകളിൽ നിന്നൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷക്കാലം മക്കത്ത് പ്രബോധനം നടത്തി. അവിടെ ഖുറൈശികളുടെ കടുത്ത പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാക്കി. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്ലാമിക പ്രബോധനവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വന്നപ്പോൾ ഇസ്ലാമിനെ പടുത്തുയർത്തുന്നതിന് വേണ്ടിയും വികസിപ്പിക്കുന്നതിന് വേണ്ടിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല വഴികളും അന്വേഷിച്ചു. അവസാനമായി യത്രിബ് എന്ന നാട്ടിലേക്ക്, അഥവാ പിന്നീട് മദീനത്തുൻ നബവി, മദീന എന്നറിയപ്പെട്ട യത്രിബിലേക്ക് പലായനം നടത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായി. അതാണ്, ആ സംഭവമാണ് ഹിജറ എന്ന് പറയുന്നത്. അഥവാ മക്കത്ത് നിന്ന് ജന്മനാട്ടിൽ നിന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് വേണ്ടി, അവിടുത്തെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി മക്കത്ത് നിന്നും മദീനത്തേക്ക് പലായനം നടത്തിയതിനെയാണ് നമ്മൾ ഹിജറ എന്ന് പറയുന്നത്. ആ പലായനം നടന്നത് ക്രിസ്താബ്ദം 622 AD 2020 ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്നത്. എന്നാൽ AD 622 ഈ പലായനം നടക്കുന്നത്. അതിനാണ് ഹിജറ എന്ന് പറയുന്നത്. ആ ഹിജറയ്ക്ക് ശേഷമാണ് പരിശുദ്ധ ഇസ്ലാം മദീനയിൽ തടച്ചു വളർന്നത്, ഇസ്ലാമിന് ശക്തി ഉണ്ടായത്, ഇസ്ലാമിന് സ്വാധീനമുണ്ടായത്. അതിനാണിത് കഠിനമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും സ്വന്തം നാടും വീടും വിട്ടുകൊണ്ട് ഇസ്ലാമിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഹിജറ ചെയ്ത ആ ഹിജറയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായി ആവർത്തിച്ച് പറയുന്നുണ്ട്. ആ ഹിജറ പോയവർക്ക് അള്ളാഹു ഉന്നതമായ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ ഹിജറയെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഹിജറ വർഷം അഥവാ ഹിജറ വർഷം എന്നുള്ള കലണ്ടർ വരുന്നത്. ക്രിസ്താബ്ദം 639 ഹിജറ കലണ്ടർ എന്നുള്ളത് കലണ്ടർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക രാഷ്ട്രം വികസിച്ചപ്പോൾ, റോമിലേക്കും പേർഷ്യയിലേക്കും ഇസ്ലാമിന്റെ വ്യാപനമുണ്ടായപ്പോൾ, പല പ്രദേശങ്ങളിലേക്കും കത്തിടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ കത്തുകളിൽ, ആ എഴുത്തുകുത്തുകളിലെല്ലാം ഡേറ്റ് വെക്കാൻ അന്നൊരു സൗകര്യമുണ്ടായിരുന്നില്ല. അന്നൊരു കലണ്ടർ സംവിധാനം, ലോകത്ത് കലണ്ടർ എന്നുണ്ട്. ജൂലിയൻ കലണ്ടർ ഉണ്ട്, റോമ കലണ്ടർ ഉണ്ട്, അങ്ങനെ പല പല കലണ്ടറുകളും ഉണ്ട്. പക്ഷെ വ്യാപകമായിട്ട് ജനങ്ങൾക്കിടയിൽ ഉപയോഗിക്കുന്നില്ല. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് കലണ്ടർ, ഗ്രിഗോറിയൻ കലണ്ടർ
വ്യാപകമായിട്ട് നമ്മൾ ഡേറ്റുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിലും അന്ന് നിലവിൽ അങ്ങനെ സംവിധാനങ്ങളില്ല. ആ സമയത്താണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആലോചിക്കുന്നത്, എന്താണ് കാലഗണന നിർണയിക്കുന്നതിന് വേണ്ടി നമുക്കൊരു കലണ്ടർ വേണമല്ലോ. കലണ്ടർ എന്ന് പറയുന്ന വാക്ക് കലണ്ടെ എന്നതിൽ നിന്നാണ്. കലണ്ടെ എന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടുക എന്നുള്ളതാണ്. കലണ്ടർ എന്നുള്ള ആ കലണ്ടർ സംവിധാനം കൊണ്ടുവരണമെന്ന് ആലോചിക്കുകയും ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ കലണ്ടർ ആരംഭിക്കുമ്പോൾ അതിനൊരു തുടക്ക വർഷം വേണമല്ലോ. ഇന്നിപ്പോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് മാസത്തിന്റെ കലണ്ടർ 2020 എന്നാണ്. 2020 എന്ന് മുതലാണ് 2020? 2020 ഭൂമി ഉണ്ടായിട്ട് ലോകമുണ്ടായിട്ട് 2020 കൊല്ലമായിട്ടുള്ളോ? അല്ല. പിന്നെയോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അഥവാ യേശു ക്രിസ്തുവിന്റെ ജനനം മുതൽ 2020 കൊല്ലം എന്നാണ് അത് കണക്കാക്കുന്നത്. അതിന്റെ വിശദീകരണം ഞാൻ പിന്നീട് തരാം ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുപോലെ ഏതാണ് കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ കലണ്ടറിന്റെ തുടക്ക വർഷമായിട്ട് ഏതിനെയാണ്, ഏത് സംഭവത്തെയാണ് എണ്ണേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട റസൂലുള്ളാഹിന്റെ ജനനത്തെ കാലനിർണയത്തിന് വേണ്ടിയുള്ള ആരംഭമായിട്ട് ഉപയോഗപ്പെടുത്താമെന്ന് ചിലരും. എന്നാൽ അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40-ാമത്തെ വയസ്സിൽ ക്രിസ്താബ്ദം 610 നുബുവത്ത് കിട്ടിയ ആ സംഭവം, അതിനെയാണ് നമുക്ക് കാലഘടനയുടെ ആരംഭമായിട്ട് നമ്മൾ നിർണയിക്കേണ്ടത് എന്നുള്ള അഭിപ്രായം വന്നു. അതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയെയാണ് കാലഗണനയുടെ ആരംഭമായിട്ട് കൊണ്ടുവരേണ്ടത് എന്നുള്ള നിലയിൽ ചർച്ചകൾ വന്നപ്പോൾ അവസാനമായിട്ട് തീരുമാനമെടുത്തു ഹിജ്റ നമ്മുടെ കലണ്ടറിലെ 1-ാമത്തെ വർഷം. ഹിജ്റ നടന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബുവത്തിന്റെ 14-ാമത്തെ വർഷം. ഹിജ്റ നടക്കുമ്പോൾ ആ വർഷത്തെ നമുക്ക് കലണ്ടറിന്റെ പ്രഥമ വർഷമായിട്ട് എണ്ണാമെന്നും അവിടെ നിന്ന് അങ്ങോട്ട് ഹിജ്റ 1, ഹിജ്റ 2, ഹിജ്റ 3, ഹിജ്റ 4, ഇപ്പോൾ 1442 ഹിജ്റ വർഷം. അപ്പോൾ ഹിജ്റ വർഷം ഇത് 1442 എന്ന് പറഞ്ഞാൽ ഹിജ്റ നടന്നിട്ട് ഇപ്പോൾ 1442 വർഷമായി എന്നാണ് അതിന്റെ അർത്ഥം. ആ ഹിജ്റയെ ആസ്പദമാക്കിക്കൊണ്ട് കലണ്ടർ രൂപീകരിച്ച കലണ്ടറാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഹിജ്റ കലണ്ടർ അല്ലെങ്കിൽ അറബി മാസം എന്ന് പറയുന്നത്. ആ അറബി മാസം നിർണ്ണയിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വർഷമാണ് അപ്പോൾ നിർണ്ണയിക്കുന്നത്. മാസങ്ങൾ നേരത്തെ ഉണ്ട്. അഥവാ ഇന്ന് നമ്മൾ എണ്ണുന്ന മുഹറം മുതൽ ദുൽഹജ്ജ് വരെയുള്ള 12 മാസങ്ങൾ, ആ മാസവും അതിന്റെ പേരും നേരത്തെ തന്നെ നിലവിലുണ്ട്. 12 മാസം എന്നുള്ളത് ഭൂമിയുടെ തുടക്കം മുതൽ തന്നെ ഈ പ്രപഞ്ചത്തിൽ മാസങ്ങൾ 12 എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇന്ന ഇദ്ദതശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റാ. ഈ പ്രപഞ്ചം തുടങ്ങിയത് മുതൽ തന്നെ അല്ലാഹുവിന്റെ കണക്കിൽ മാസങ്ങൾ 12 എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ആ മാസങ്ങളിൽ ഈ വർഷം ആരംഭിക്കുമ്പോൾ ഏത് മാസം കൊണ്ടാണ് ആരംഭിക്കേണ്ടത് എന്നുള്ള ചർച്ചകൾ വരികയും അങ്ങനെ പല മാസങ്ങൾ റബീഉൽ അവ്വലാകാമെന്നും അത് അല്ല ദുൽഖഅദ ആകാമെന്നും ഒക്കെയുള്ള അഭിപ്രായങ്ങൾ വന്നെങ്കിലും അവസാനമായി അഥവാ ഹിജ്റ വർഷത്തിന്റെ ജനുവരി മാസമായി പ്രാരംഭ മാസമായിട്ട് എണ്ണപ്പെട്ടത് അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ടത് മുഹറം മാസമാണ്, മുഹറമാണ്. ആ മുഹറം എന്നതിന്റെ അർത്ഥം ഹറാമാക്കപ്പെട്ടത്, നിഷിദ്ധമാക്കപ്പെട്ടത് എന്നൊക്കെ അർത്ഥമുണ്ട്. അങ്ങനെ പറയാൻ കാരണം ഇബ്ലീസിന് സ്വർഗം നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ് മുഹറം മാസം എന്ന അഭിപ്രായമുണ്ട്. യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമായതുകൊണ്ടാണ് മുഹറം എന്നുള്ള പേര് വന്നത് എന്നും അഭിപ്രായമുണ്ട്. ഏതായാലും മുഹറമാണ് 1-ാമത്തെ മാസം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. 12 മാസങ്ങളുടെ പേരുകൾ നിങ്ങൾ പഠിക്കണം കേട്ടോ. അതിൽ 1-ാമത്തെ പേര് മുഹറമാണ്. ആ മുഹറം മാസം കൊണ്ടാണ് നമ്മുടെ ഹിജ്റ വർഷം ആരംഭിക്കുന്നത്. ഇതേതാണ് ഹിജ്റ വർഷം? 1442 ഹിജ്റ വർഷമാണ്. ആ മുഹറം കൊണ്ട് ഇത് ആരംഭിച്ചു. മുഹറത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാസം കാലഗണന എങ്ങനെയാണ് നിർണയിച്ചത് എന്നും ഹിജ്റ വർഷം എങ്ങനെയാണ് വന്നത് എന്നും ഹിജ്റ കലണ്ടർ ആരാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ മനസ്സിലായല്ലോ. ഇൻഷാ അല്ലാഹ് വിഷയ സംബന്ധമായിട്ട് ക്വിസ് വരുമ്പോൾ, ചോദ്യങ്ങൾ വരുമ്പോൾ അതിനൊക്കെ മക്കൾ നന്നായിട്ട് ഉത്തരം പറയണം കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഹിജ്റ വർഷത്തിന്റെ ചരിത്രം അതാണ്. ഹിജ്റ വർഷത്തിന്റെ ചരിത്രം അതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിജ്റ വർഷ കലണ്ടർ രൂപീകരിക്കപ്പെടുന്നത് ക്രിസ്താബ്ദം AD 639 ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്നാൽ ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടർ അത് രൂപപ്പെട്ടു വരുന്നത് ക്രിസ്താബ്ദം 1582
1582 അഥവാ ഹിജറ കലണ്ടർ രൂപപ്പെട്ടു വന്നതിന് ഒരുപാട് കാലത്തിന് ശേഷം ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗ്രിഗോറിയൻ കലണ്ടർ, ഇംഗ്ലീഷ് മാസം, ആ കലണ്ടർ ഇന്ന് കാണുന്ന രൂപത്തിൽ പരിഷ്കരിക്കപ്പെട്ട രൂപത്തിൽ നിലവിൽ വന്നത് 1582 ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് പേര് വരാൻ കാരണം അന്നത്തെ പോപ്പ് ഗ്രിഗറി 13-ാമൻ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കലണ്ടർ രൂപപ്പെടുത്തിയത്. ഈ കലണ്ടർ അന്ന് നിലവിലുണ്ടായിരുന്ന പല മാറ്റങ്ങൾക്കും വിധേയമായ ജൂലിയൻ കലണ്ടർ എന്നുള്ള ആ കലണ്ടറിനെ പരിഷ്കരിച്ചുകൊണ്ടാണ് ഇന്നത്തെ രൂപത്തിൽ 12 മാസവും അതോടൊപ്പം ജനുവരിയിൽ ആരംഭിക്കുന്ന വിധത്തിൽ 365 ദിവസങ്ങളായി രൂപപ്പെടുത്തിക്കൊണ്ട് ഈ കലണ്ടർ പൂർണ്ണമായ അർത്ഥത്തിൽ ഇന്ന് ഉപയോഗിക്കുന്ന വിധം രൂപപ്പെടുത്തിയെടുത്തത് 1582-ലാണ്. അതിനെയാണ് ഗ്രിഗോറിയൻ കലണ്ടർ എന്നറിയപ്പെടുന്നത് എന്നെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഈ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് മാസത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗ്രിഗോറിയൻ കലണ്ടർ, ആ കലണ്ടർ രൂപപ്പെടുത്തിയെടുത്തത് ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ വർഷാരംഭം യേശു ക്രിസ്തുവിന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ന്. അതിന് സാധാരണ ഉപയോഗിക്കൽ AD എന്നാണ് കേട്ടോ, AD എന്നാണ്. എന്താണ് AD എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന 2020, 1990 എന്നൊക്കെ പറഞ്ഞാൽ AD എന്നാണ്. AD 2020 എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും കുട്ടികൾക്ക് പറയാൻ പറ്റുമോ? AD എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നോ, അല്ലാതെ തെറ്റാണ്, തെറ്റായ പ്രയോഗമാണത്. അനോ ഡൊമിനി എന്നാണ്. അനോ ഡൊമിനി എന്ന് പറഞ്ഞാൽ അതൊരു ലാറ്റിൻ പദമാണ്. അതിന്റെ അർത്ഥം ഇൻ ദി ഇയർ ഓഫ് ദി ലോർഡ് എന്നാണ്, അഥവാ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്ത്യാനികളുടെ ദൈവമായ യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ വർഷം എന്നാണ്. അതിനർത്ഥം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലണ്ടർ കാലഗണന നിശ്ചയിക്കുന്നത് ഹിജറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവ്വത്തുമായി ഹിജറയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹിജറ കലണ്ടർ രൂപപ്പെടുത്തിയെടുത്തത് എങ്കിൽ ഈ ഗ്രിഗോറിയൻ കലണ്ടറിന്റെ വർഷം കാലഗണന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അഥവാ യേശു ക്രിസ്തു എന്ന് ഈ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന അവരുടെ ദൈവവുമായിട്ട്, ദൈവമെന്ന് അവർ വിശ്വസിക്കുന്ന, എന്നാൽ നമ്മുടെ പ്രവാചകനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനന വർഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതാണ് അന്നോ ഡൊമിനി എന്നതിന്റെ അർത്ഥം. ഇൻ ദി ഇയർ ഓഫ് ദി BC എന്ന് പറയാറുണ്ടല്ലോ. എന്താണ്? ബിഫോർ ക്രൈസ്റ്റ്. ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനത്തിന്റെ മുമ്പ്. അങ്ങനെയാണ് ഇപ്പോൾ ചരിത്രത്തിലൊക്കെ കാലഗണന നിർണ്ണയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഗ്രിഗോറിയൻ കലണ്ടർ രൂപീകരിക്കുന്നത് എന്നാണ് പറഞ്ഞത് 1582. അതിന്റെയൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹിജറ കലണ്ടർ രൂപപ്പെടുത്തിയിട്ടുണ്ട്, നിലവിൽ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മളെല്ലാവരും ഹിജറ കലണ്ടറുമായി, ഇസ്ലാമിക് കലണ്ടറുമായിട്ട് നമുക്കൊരു ടച്ച് വേണം, ഒരു ബന്ധം വേണം. തീർച്ചയായിട്ടും അത് ഇസ്ലാമിക ചിഹ്നങ്ങളുടെ ഭാഗമാണ് എന്ന് നമ്മൾ ഈ മുഹറം പറന്ന ഈ സന്ദർഭത്തിൽ നാം ഉൾക്കൊള്ളുക. ഇപ്പോൾ എന്റെ മക്കൾക്ക് ഈ കലണ്ടറും തമ്മിലുള്ള വ്യത്യാസവും കലണ്ടറിന്റെയും ചരിത്രവും ഹ്രസ്വമായ നിലയിൽ, ചുരുങ്ങിയ നിലയിൽ മനസ്സിലായല്ലോ. ഇൻഷാ അല്ലാഹ് ഇത് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഈ മുഹറവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ മുഹറം മാസം ഏറ്റവും നല്ലൊരു മാസമാണ്. ഇബാദത്തുകൾ ചെയ്ത് കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ ഒരു മാസം കൂടിയാണ്. 3 പത്തുകൾക്ക് പ്രാധാന്യമുണ്ട് എന്നാണ് ഇസ്ലാമിൽ. 3 പത്തുകൾ എന്താണ്? 1 റമളാനിലെ അവസാനത്തെ 10, 2 ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10, 3-ാമത്തെ മുഹറം മാസത്തിലെ ആദ്യത്തെ 10. ഈ മുഹറം മാസത്തിലെ ആദ്യത്തെ 10ലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആദ്യത്തെ 10 നോമ്പ് നോൽക്കുന്നതും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്നതും ഒക്കെ കൂടുതൽ പ്രതിഫലം കിട്ടുന്ന പുണ്യാർഹമായ കാര്യമാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക, മുഹറം 10 എന്നുള്ള ഒരു പ്രത്യേകമായ സുവിശേഷമായ ദിവസം ഉണ്ട്. മുഹറം 10 അത് ഈ വരുന്ന ശനിയാഴ്ചയാണ്. മുഹറം 10. ആ മുഹറം 10ന്റെ പ്രത്യേകത എന്താണ്? ആ മുഹറം 10 നോമ്പനുഷ്ഠിക്കൽ മുഅക്കദായ സുന്നത്താണ്. അഭിപ്രായ വ്യത്യാസമില്ലാത്ത സ്വഹീഹായ ഹദീസിലൂടെ വന്നിട്ടുള്ള പുണ്യം ലഭിക്കുന്ന, ഏറെ പ്രതിഫലം ലഭിക്കുന്ന ഒരു നോമ്പാണ് ഈ അടുത്ത ശനിയാഴ്ച. കഴിയുന്നവരൊക്കെ അത് പഠിക്കണം കേട്ടോ. ആ നോമ്പ് പഠിക്കണം. ആ നോമ്പിന്റെ മഹത്വം ഹദീസുകളിൽ വളരെ കൃത്യമായി വന്നിട്ടുള്ളതാണ്. നമ്മുടെ പാപങ്ങൾ, ചെറുപാപങ്ങൾ പൊറുപ്പിക്കപ്പെടുന്ന, ഒരു വർഷത്തെ ചെറുപാപങ്ങൾ പൊറുപ്പിക്കപ്പെടുന്ന മഹത്തായ നോമ്പാണ് ഈ മുഹറം 10ന്റെ നോമ്പ്. അതോടൊപ്പം തന്നെ
അതിനെ നമ്മൾ ആശുറ എന്ന പേരിട്ട് വിളിക്കുന്നു. അതോടൊപ്പം താസുഅ എന്ന് പറയുന്ന മുഹറം 9 നോമ്പ് കൂടിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുഹറം 10 നോമ്പ് അനുഷ്ഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ആ വർഷം പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 നോമ്പ് കൂടി അനുഷ്ഠിക്കുമെന്ന് പറയുകയുണ്ടായി. പക്ഷെ അടുത്ത വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല. ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ അഥവാ മുഹറം 9 നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്തുണ്ട് എന്നാണ് പ്രബലമായ അഭിപ്രായം. അതുകൊണ്ട് പ്രിയമുള്ള എന്റെ മക്കളെ, നിങ്ങൾക്ക് കഴിയുന്നവരൊക്കെ മുഹറം 10 നോമ്പ് അനുഷ്ഠിക്കുക. അങ്ങനെ വല്ലവർക്കും ഒരു ദിവസം കൂടിയേറെ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയുമെങ്കിൽ മുഹറം 9 കൂടി നോമ്പ് അനുഷ്ഠിക്കുക. മുഹറം 10 ഒരുപാട് സവിശേഷതയുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അനുഗ്രഹം പേമാരി കണക്കെ ഈ ഭൗമോപരിതലത്തിലേക്ക് പെയ്തിറങ്ങിയ ദിവസമാണ് മുഹറം 10 എന്നുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാലോ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനൂ ഇസ്രായേൽ എന്ന ജനത ഫിർഔന്റെ ക്രൂരമായ ഏകാധിപത്യത്തിന്റെ പീഡനത്തിന്റെ മുന്നിൽ അസഹ്യമായ അക്ഷന്തവ്യമായ പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റുവാങ്ങിയിരുന്ന ഒരു സന്ദർഭം. അവരുടെ വിമോചനത്തിന് വേണ്ടി കടന്നു വന്ന ലോക ചരിത്രത്തിലെ ആദ്യത്തെ ഫ്രീഡം ഫൈറ്റർ അഥവാ സ്വാതന്ത്ര്യ സമര നായകനാണ് നമ്മുടെ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനൂ ഇസ്രായേലികളായ അടിച്ചമർത്തപ്പെട്ട ജനത, ഇന്നത്തെ മുസ്ലിമീങ്ങളെ പോലെ, ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളെ പോലെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട, അവകാശം നിഷേധിക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയായിരുന്നു ബനൂ ഇസ്രായേലുകൾ. ആ ബനൂ ഇസ്രായേൽ ജനതയെ വിമോചിപ്പിച്ചുകൊണ്ട് അവരെ ഫിർഔന്റെ ഏകാധിപത്യത്തിന്റെ അധികാര ചെങ്കോലിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അങ്ങ് ചെങ്കടൽ കടന്നുകൊണ്ട് രക്ഷപ്പെട്ടു പോയ ആ ദിവസം മുഹറം 10. മാത്രവുമല്ല, അന്നത്തെ ഏറ്റവും വലിയ ക്രൂരനായ ഭരണാധികാരിയായിരുന്ന അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ദൈവം, ഏറ്റവും ഉന്നതനായ ദൈവം എന്ന് സ്വയം അഹങ്കരിച്ച ഫറോവ ചക്രവർത്തിയെ ചരിത്രത്തിന്റെ ശ്മശാനത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ചെങ്കടലിൽ മുക്കിക്കൊന്ന ദിവസം കൂടിയാണ്. അഥവാ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹീതമായ ദിവസമാണ് മുഹറം 10. അതോടൊപ്പം സത്യനിഷേധത്തിന്റെ വേര് തന്നെ അറുത്തുകളഞ്ഞ ഒരു ദിവസമാണ് മുഹറം 10 എന്ന് ഈജിപ്തിൽ ഫറോവ ചക്രവർത്തി ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിലും ഫറോവമാർ മുസ്ലിം ഉമ്മത്തിനെ അടിച്ചമർത്തിക്കൊണ്ട് ഏകാധിപത്യത്തിന്റെ ചെങ്കോല് നാട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും മുഹറം 10 ആവർത്തിക്കണമെന്നുള്ള പ്രാർത്ഥനയാണ് നമുക്കുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാലോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് നമ്രൂദ്, ഏകാധിപതിയായ നമ്രൂദ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കത്തിക്കാളുന്ന അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട് ആ അഗ്നികുണ്ഡത്തിൽ നിന്ന് പുഞ്ചിരി തൂകിക്കൊണ്ട് കടന്നു വന്ന ഇബ്രാഹിം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, തീയിനോട് നമ്മൾ പറഞ്ഞ സന്ദർഭം അള്ളാഹു പറയുകയാണ്, യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മേൽ നീ രക്ഷയാകണമേ, നീ സലാമാകണമേ, നീ സംരക്ഷണമാകണമേ എന്ന് കത്തിജ്വലിക്കുന്ന അഗ്നിയോട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്. ആ അഗ്നിയുടെ പ്രകൃതിപരമായ സ്വഭാവം തന്നെ മാറി, അത് ഒരു പട്ടുമെത്തെ പോലെ ശീതളമായ തണുത്ത കൂളായിട്ടുള്ള എസിയിൽ കിടക്കുന്നത് പോലെയാണ് ആ അഗ്നികുണ്ഡത്തിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കിടന്നത്. അത് ഈ മുഹറം 10 അപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചെങ്കടലിൽ പിളർത്തിയെന്ന അത്ഭുതം സംഭവിച്ചതെന്നാണ് മുഹറം 10. അത് വലിയൊരു അത്ഭുതമാണ്. പ്രകൃതിപരമായ വെള്ളത്തിന്റെ സ്വഭാവം എന്താണ്? കടലിന്റെ ജലഗണങ്ങൾ തമ്മിൽ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. എന്നാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മുഅ്ജിസത്തിന്റെ വടി കൊണ്ട് ആ ചെങ്കടലിൽ അടിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഇതിന് പ്രകാരം ചെങ്കടൽ 2 ഭാഗത്തേക്കുമായിട്ട് പിളർന്നു നിന്നു. അതിലൂടെ കടലിന്റെ നടുവിലൂടെ അത്ഭുതകരമാവിധം ഒരു സുഗമമായ വഴി, നനവില്ലാത്ത, ചളിയില്ലാത്ത, വരണ്ട, നടന്നു പോകാൻ സൗകര്യപ്രദമായ ഒരു പാതയൊരുങ്ങി എന്നാണ് ചരിത്രം പറയുന്നത്. ആ വഴിയിലൂടെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ബനൂ ഇസ്രായേലുകളും രക്ഷപ്പെട്ടത്. പിന്നാലെ ഇവരെ പിടിക്കാൻ വേണ്ടി കടന്നു വന്ന ഫിർഔനും സൈന്യവും ഈ കടലിൽ അതിന്റെ ഉള്ളിലേക്ക് വഴിയിലൂടെ കടന്നപ്പോൾ 2 ഭാഗത്തുനിന്നും വെള്ളം അതിന്റെ പ്രകൃതിപരമായ സ്വഭാവത്തിലേക്ക്
തിരിച്ചു വരികയും അവരെ മുക്കിക്കൊല്ലുകയും ചെയ്തു. എന്നാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ വലിയ സമുദ്രം, ആഴമേറിയ അലമാനകൾ ആർത്തിരമ്പുന്ന സമുദ്രം അള്ളാഹുവിന്റെ സമ്മതപ്രകാരം അതിന്റെ പ്രകൃതിപരമായ സ്വഭാവത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് സത്യവിശ്വാസികൾക്ക് സംരക്ഷണമായി മാറിയെങ്കിൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കത്തിക്കാളുന്ന തീയിന്റെ അതിന്റെ പ്രകൃതിപരമായ സ്വഭാവത്തെ മാറ്റിക്കൊണ്ടത് പെട്ടുമെത്തയാക്കി മാറ്റിയെങ്കിൽ, പ്രിയമുള്ളവരെ, എവിടെയാണ് അള്ളാഹുവിന്റെ മഹത്തായ ഖുദ്റത്ത്? സത്യവിശ്വാസികൾ അള്ളാഹുവിലെല്ലാം സമർപ്പിക്കുകയാണെങ്കിൽ ഈ പ്രകൃതിയെ തന്നെ മാറ്റിമറിക്കുമെന്നുള്ള ഉജ്ജ്വലമായ ഒരു പാഠം മുഹറം 10 നമുക്ക് നൽകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല, നമ്മുടെ സമയം വൈകിയതുകൊണ്ട്. അപ്പോ ഇത്തരം സംഭവങ്ങളെല്ലാം സംഭവിച്ചത് മുഹറം 10-ലാണ്. അതുകൊണ്ട് ഈ സ്മരണകൾ അയവിറക്കിക്കൊണ്ട് ഈ മുഹറം 10-ന് നമ്മൾ നോമ്പനുഷ്ഠിക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് നേർവഴി കാട്ടി തരുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ അള്ളാഹു അവരുടെ ഖബറിടം സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ. അവർക്കും നമുക്കും അള്ളാഹു നമുക്ക് ആഖിറത്തിൽ അള്ളാഹു ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കളെ, നമ്മളെല്ലാവരും ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച തമ്പുരാൻ നമ്മുടെ എല്ലാ രോഗങ്ങളും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി തരുമാറാവട്ടെ. റഹമുറാഹിമിനായ തമ്പുരാൻ ഇന്ന് ഈ മഹാമാരിയിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഈ മഹാമാരിയുടെ കെടുതിയിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ഈ മഹാമാരി ഈ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു ഖൈറാക്കി മാറ്റിത്തരുമാറാവട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തീനെ മാറ്റിക്കൊടുത്ത പടച്ച തമ്പുരാൻ, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വെള്ളത്തെ മാറ്റിക്കൊടുത്ത തമ്പുരാൻ, വെള്ളത്തിന്റെ പ്രകൃതിയെ മാറ്റിക്കൊടുത്ത തമ്പുരാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ രോഗത്തിന്റെ ഈ മഹാമാരിയുടെ പ്രയാസങ്ങളെ മാറ്റി അള്ളാഹു നമുക്കിത് ഗുണകരമാക്കി നമുക്ക് അനുഗ്രഹമാക്കി അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.